എന്തൊരു ഇരിപ്പായിരിക്കുന്നേ. നോക്ക്, കൂടെ നടന്ന നിന്റെ കൂട്ടുകാരനെ പിരിഞ്ഞ ദുഃഖം നിനക്ക് എത്രയുണ്ട് നീ അമ്മയ്ക്ക് മനസ്സിലാകും. എങ്കിലും ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കാതെ ഒന്ന് വന്ന് കിടക്കാൻ നോക്ക്. നേരം പാതിരാ കഴിഞ്ഞു. മോനെ, മരണത്തെ തടയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ജനിച്ച ഒരിക്കൽ എല്ലാവരും മരിക്കണം. നമ്മെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ച ദൈവം നമുക്ക് മരണത്തിൻ്റെ ഒരു സമയം വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് വന്ന് കിടക്ക്. അബിയെ നിനക്ക് സ്വർഗത്തിൽ ചെന്ന് കാണാം. അമ്മേ അത് എന്താ മോനെ? അമ്മേ, അതിന് അബിക്ക് സ്വർഗത്തെ പറ്റി ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. യെഹെസ്കേൽ 33:8. വ്യക്തിധർമ്മത്തിലും പരധർമ്മത്തിലും അധിഷ്ഠിതമാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം. മാനുഷ്യകുലത്തിന് സമൃദ്ധിയായ ജീവനിലേക്കുള്ള വഴിയൊരുക്കി ദൈവം തന്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ അഖിലാണ്ട ശില്പി സ്വർഗം വിട്ട് താണിറങ്ങിയത് നശ്വരനായ മനുഷ്യനെ മാന്യതയുടെയും അമർത്യതയുടെയും അനശ്വര കലാസൃഷ്ടിയാക്കി മാറ്റുന്നതിനായിരുന്നു. അങ്ങനെ ദൈവിക സുഹൃതം ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ജീവിതമാകുന്ന കോപ്പയിലെ മധുരം ആസ്വദിച്ച് ലൗകിക വീണകളിലെ തന്ത്രികളുടെ മണിനാദത്തിൽ മയങ്ങി മജ്ജയും മാംസവും മന്ദീഭവിപ്പിച്ച് ലോകത്തിന് പിന്നാലെ പായുമ്പോൾ നമുക്ക് ചുറ്റിലും നശിക്കുന്ന ആയിരങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. റോമൻ പടയാളികൾ അവന്റെ വസ്ത്രം പകുത്തെടുത്തെങ്കിൽ നമുക്ക് അവൻ പങ്കിട്ടു തന്നത് സ്വന്തം രക്തവും ശരീരവുമായിരുന്നു. നമ്മുടെ മേൽ സ്നേഹത്തിന്റെ കൊടിയൂടിച്ച ദൈവീക സന്ദേശത്തിന്റെ പങ്കുവയ്പ്പുകാരാകുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈ എളിയ കലാസൃഷ്ടിയെ ഇവിടെ സവിനയം സമർപ്പിക്കുന്നു. എടാ അബി, നീ അവിടെ എന്തുവാടാ എടുക്കുന്നത്? ഓ, പഠിക്കുകയാണെന്ന്. നിന്റെ ഒരു പഠിത്തം. ഇനി നമുക്ക് കളിക്കാൻ പോണ്ടേ? ഓ, കളിക്കാനൊന്നും ഞാൻ വരുന്നില്ല. എനിക്കൊരു മൂഡും ഇല്ലടാ. നീ ഇരിക്കെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താ പറ്റിയടാ നിനക്ക്? സുഖമില്ലേ? വാ, നീ നീര്, നമുക്കൊന്ന് കളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും നിന്റെ മൂടെല്ലാം ശരിയായിക്കോളൂ. ഫ്രെഡി, നിർത്തടാ, മതിയായി. ബാ, നമുക്ക് പോയി റെഡിയാവാം.
പോകുന്ന വഴിക്ക് നമുക്കൊരു ഗിഫ്റ്റ് മേടിക്കണം. ആർക്കാടാ ഗിഫ്റ്റ്? അമ്മയ്ക്കാടാ. അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ. ഗിഫ്റ്റ് മേടിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് വന്നിട്ട് വേണം പ്രേയറിന് പോകാൻ. എടാ, നീ പ്രേയറിന് പോകുമ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടി. നിനക്കറിയാലോ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഒരു സമാധാനവുമില്ലടാ, നിറയെ പ്രശ്നങ്ങളാണ്. ഈയിടെയായിട്ടാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. എനിക്ക് പിന്നെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ കുറച്ച് നേരം ഈ പാട്ട് കേട്ടിട്ട് കണ്ണു അടച്ചൊന്ന് മൈൻഡ് ഫ്രീ ആക്കുക. My soul in the bosom of Abraham. Rock my soul in the bosom of Abraham. Rock my soul in the bosom of Abraham. Oh, rock my soul. Rock my soul in the bosom of Abraham. Rock my soul in the bosom of Abraham. Rock my soul in the bosom of Abraham. Oh, rock my soul. I may be weak, My soul, but thou art strong. thou art strong. I'm leaning on. My soul in the bosom of Abraham. പകലിലഞ്ചാരത്തിരുന്നവൻ ശലഭമായങ്ങു പറന്നകലേ. എന്നെ തനിച്ചാക്കീരുളിൻ മറവിൽ നീ മറഞ്ഞതെന്തേ എന്റെ കൂട്ടുകാരാ? നിനച്ചതില്ല ഞാൻ ഒരിക്കലും നിറച്ചാർത്തായിരുന്ന നിൻ യൗവനം. നിമിഷാർത്ഥം കൊണ്ട് കൂട്ടം വിട്ടകലുമെന്ന്, കൂട്ടത്തിൽ നിന്നു നീ ഒഴിയുമെന്ന്. പ്രിയപ്പെട്ട ഫ്രെഡി, ഞാൻ മരിച്ചടാ. ഞാൻ വിചാരിച്ചിരുന്നതിലും എത്രയോ വ്യത്യസ്തമാണിടാ ഇത്. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളോട് കൂടിയ ഒരു ലോകത്താണ് ഞാൻ വന്നുപെട്ടിരിക്കുന്നത്. ഫ്രെഡി, അവിടെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യക്തമായി ഇവിടെ ഓരോ കാര്യങ്ങളെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതെ, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു. ഫ്രെഡി, നിന്നെ പറ്റി ഓർക്കാൻ കഴിയുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു. ഫ്രെഡി, നമ്മൾ അപകടത്തിൽപ്പെട്ട് നിമിഷങ്ങൾക്കകം ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായി എനിക്ക് മനസ്സിലായി.
അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഞാൻ കരുതി നീ എന്നെ ഓർത്ത് നിലവിളിക്കുകയാണെന്ന്. അതെന്റെ തോന്നലായിരുന്നുവെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവിടെ എത്തി. ഒരു വലിയ നിര ആളുകളുടെ പിന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവരുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നാണ്. എനിക്ക് മുമ്പിലുണ്ടായിരുന്നവരെ ഓരോരുത്തരായി അവരുടെ പേരുകൾ വിളിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതാ എന്റെ ഊഴം ആയിരിക്കുന്നു ഫ്രെഡി. ഒരു ദൂതൻ തന്റെ മുമ്പിലുള്ള വലിയ പുസ്തകത്തിൽ ഓരോരുത്തരുടെയും പേരുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ജീവന്റെ പുസ്തകം എന്നാണത്രേ അതിന്റെ പേര്. ഞാനും എന്റെ പേര് പറഞ്ഞു. എന്റെ പേരും അതിലുണ്ടാകുമെന്നാണ് ഫ്രെഡി ഞാൻ കരുതിയത്. ഒരു വലിയ ഭീകരനായ മനുഷ്യൻ എന്റെ പിറകിൽ കാത്തു നിൽക്കുന്നുണ്ട്. അയാൾ എന്നെ പിടിച്ചു വലിക്കുന്നു. വലിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുവാൻ ശ്രമിക്കുകയാണ് ഫ്രെഡി. എനിക്കറിയില്ല ഫ്രെഡി, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടേക്കാണ് നിങ്ങൾ ഇത്ര ക്രൂരമായി എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്? ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടുന്നില്ല. അവസാനം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെ മാത്രമാണ് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടതെന്നും പേരില്ലാത്തവർ നരകത്തിലേക്കാണ് പോകേണ്ടതെന്നും അയാൾ പറഞ്ഞു. ഫ്രെഡി, ഇയാൾ നരകത്തിന്റെ ആളാണ്. ഫ്രെഡി. ഇയാളുടെ കണ്ണുകളിൽ വന്യമായ ഒരു സന്തോഷം എനിക്ക് കാണാം. ഒരു വല്ലാത്ത ചിരിയോടെ അയാൾ പറഞ്ഞു, നിത്യനരകത്തിലേക്ക് നിനക്ക് സ്വാഗതം. എന്നെ മാത്രമല്ല, പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും നരകത്തിലേക്ക് തള്ളുകയാണ് ഫ്രെഡി. എനിക്ക് പേടിയാകുന്നു. ഫ്രെഡി, ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്കറിയാമോ? നിന്നെക്കുറിച്ച് മാത്രം. എടാ, നീ ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപകടത്തിന് മുമ്പ് നിന്നോടൊത്തുണ്ടായിരുന്ന നിമിഷങ്ങളിൽ പലവട്ടം നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ പറ്റി സംസാരിച്ചില്ലേ ഫ്രെഡി? നീ എന്തിനാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? ഒരിക്കൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അജിത് യേശുവിനെ പറ്റി നിന്നോട് ചോദിച്ചില്ലേ ഫ്രെഡി? പിന്നീട് ഒരിക്കൽ വിവേക് സ്നാനത്തെ പറ്റി ചോദിച്ചില്ലേ? അപ്പോഴെല്ലാം നീ ചിരിച്ചുകൊണ്ട് വേറെ വിഷയങ്ങൾ എടുത്തിട്ടു. ഫ്രെഡി, നീ പറയുമായിരുന്നല്ലോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. എന്നിട്ട് നീ എന്തിന് യേശുവിനെ പറ്റി എന്നോട് മറച്ചു വെച്ചു? നീ അഭിനയിക്കുമായിരുന്നു അല്ലേ ഫ്രെഡി? യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വർഗത്തെപ്പറ്റി, നിത്യ നരകത്തെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഭയാനകമായ സ്ഥലത്ത് നിന്ന്
രക്ഷപ്പെടാമായിരുന്നില്ലേ? ഞാൻ ഭയന്ന് വിറയ്ക്കുകയാണിപ്പോൾ. ആ താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് ഉച്ചത്തിൽ കരച്ചിൽ കേൾക്കുന്നു ഫ്രെഡി. പച്ച മാംസം കത്തുന്ന ഗന്ധം. എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നവർ എന്റെ പിറകിലുണ്ട് ഫ്രെഡി. അവരുടെ കൂട്ടിന്റെ ശബ്ദം എന്റെ കാതുകളിൽ വന്നലയ്ക്കുന്നു ഫ്രെഡി. അവരെന്നെ നിത്യ നരകത്തിലിടും. പേടികൊണ്ട് ഞാൻ വിറക്കുകയാണടാ. അതെ അവർ വന്നു കഴിഞ്ഞു. എനിക്ക് വയ്യ. അയ്യോ നോ. അവരുടെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിലാക്കുകയാണ് എന്നെ. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടാ ഫ്രെഡി. അവരെന്നെ തീയുടെ മുകളിലേക്ക് എടുത്തിടാൻ ശ്രമിക്കുന്നു. അയ്യോ ഭയാനകം. അയ്യോ പുഴു. തീ. നീ എന്നോട് ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ പറ്റി എന്ന് നിന്നെ വിട്ടുപിരിഞ്ഞ നിന്റെ സുഹൃത്ത് അബി. പ്രിയമുള്ളവളെ, ഞാനാണ് ഫ്രെഡി. ഉറ്റ സുഹൃത്തിനെ നരകത്തിന്റെ കനലിലേക്ക് എറിഞ്ഞു കൊടുത്തവൻ. പേര് മാത്രം ക്രിസ്ത്യാനി, പിന്മാറ്റക്കാരൻ, സ്വാർത്ഥൻ, ദുഷ്ടൻ. നിങ്ങളുടെ നാവിൻ തുമ്പിൽ എന്നെ പറ്റി ഇങ്ങനെയുള്ള വിശേഷണങ്ങളാണ് കാത്തുവെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഞാനത് അർഹിക്കുന്നു. തീർച്ചയായും ഞാനത് അർഹിക്കുന്നു. നിത്യസ്നേഹത്തെ പകർന്നു കൊടുക്കാൻ കിട്ടിയ അവസരത്തെ പുറം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ ഞാൻ ഒരിറ്റു സമാധാനത്തിന് വേണ്ടി കേണവനെ നരകത്തിലേക്ക് അയച്ച പാപിയാണ്. ഒരിക്കലെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവനോട് പറയുക എനിക്ക് കഴിയുന്നില്ല. ലജ്ജ എന്നെ മൂടിയിരുന്നു. എനിക്കിഷ്ടമുള്ള പലതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു. കൂട്ടുകാർക്കിടയിൽ ഒരു വിശ്വാസി എന്ന വിശേഷണം ഒറ്റപ്പെടലായി തീരുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്നെന്റെ അകക്കണ്ണിന്റെ തിമിരം ഉടഞ്ഞു വീണിരിക്കുന്നു. എന്റെ നെഞ്ചിലെ മാറ്റത്തിന്റെ മിടുപ്പ് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ അനുതാപത്തിന് പ്രിയ സ്നേഹിതന്റെ ജീവിതം എനിക്ക് ബലി കൊടുക്കേണ്ടി വന്നു. ഒരബിക്ക് പകരം 1000 അബികളെ നേടുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു. എന്റെ അരുമനാഥന്റെ സ്നേഹ സന്ദേശത്തിന്റെ കൊടി ഉയർത്തുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാനുണ്ട്